ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു, ട്രംപിൻ്റെ H-1B വിസയുമായി ബന്ധപ്പെട്ട സംഭവം. അപ്പം ആ വിസ അതിനുശേഷം നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഇത്ര മണിക്കൂറേ ആയിട്ടുള്ളൂ ഇന്ത്യയിൽ ഈ വാർത്തയെല്ലാം അറിഞ്ഞിട്ട്. ഡൽഹി സിറ്റിയിൽ മിഡിൽ ക്ലാസ്സാണ് ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് ഞാൻ ഈ താമസിക്കുന്ന സ്ഥലം. ഇവിടെ പാനിക്കായി. പാനിക് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ അർബൻ സിറ്റികളിൽ മുഴുവനും പാനിക്കായി. ആ സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, അമേരിക്കയോട് മോദി കളിക്കുന്നത് സൂക്ഷിച്ച് കളിക്കണം. അവൻ്റെ കയ്യിലാണ് പവർ. അവൻ ഇന്ത്യയെ നശിപ്പിക്കാൻ സാധിക്കും, ലോങ് ടൈമിലും ഷോർട്ട് ടൈമിലും. ഈ പറഞ്ഞ ഒരൊറ്റ തീരുമാനത്തിൽ എന്താ പെട്ടെന്നുണ്ടായത്? ഏകദേശം 2000-3000 ടിക്കറ്റുകളാണ് അമേരിക്ക എന്ന് ദുർഗാപൂജയൊക്കെ നടക്കുക. അതിൻ്റെ സമയമാണ്, ഇന്ത്യയിലൊരു വെക്കേഷൻ ടൈമാണ് വരാൻ പോകുന്നത്. എന്താ പെട്ടെന്ന് ക്യാൻസൽ ചെയ്തത്? എന്നെ ഒന്ന് പഠിപ്പിച്ച എന്താ പെട്ടെന്ന് ആൾക്കാർ ക്യാൻസൽ ചെയ്തത്? ഫ്ലൈറ്റിനകത്ത് കയറി ആൾക്കാർ. അപ്പോഴാണ് അവർക്ക് വാട്സപ്പിൽ ഈ മെസ്സേജ് കിട്ടുന്നത്. മൈക്രോസോഫ്റ്റും മെറ്റയും മറ്റുള്ള കമ്പനികളെല്ലാം പറയുന്നു പെട്ടെന്ന് തിരിച്ചു വരാൻ, അല്ലെങ്കിൽ ജോലി പോകും, അല്ലെങ്കിൽ തിരിച്ചു വരവ് നടക്കില്ല. ഫ്ലൈറ്റ് ബോർഡ് ചെയ്തവർ അത് ആലോചിച്ച് നോക്കി ഇറങ്ങുക. അതും അതായത് എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ സാൻ ഫ്രാൻസിസ്കോയിൽ ഉണ്ടായ സംഭവം. ഏകദേശം ഫ്ലൈറ്റ് മുഴുവനും ബോർഡ് ചെയ്ത് എൻ്റെ 40ഓളം ഫാമിലിയാണ് ഇറങ്ങിയേക്കുന്നത്. ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുക റിപ്പോർട്ടുകൾ. ഇവിടെ സംഘപരിവാറും ചാണകത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആലോചിച്ച് നോക്കണം നമ്മൾ എങ്ങോട്ടാണ് ഇത് പോകുന്നത്. ഇതാണ് മോദി കാണിച്ച ബ്ലണ്ടർ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ ഒരാളുടെ കമൻറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് പറയാം, ആദ്യമായിട്ട് ഇന്ത്യയിലെ ഇഷ്യൂ ഞാനാണ് റൈസ് ചെയ്തത്. ഇന്ത്യയിൽ ഇഷ്യൂ ഞാനത് റൈസ് ചെയ്തത്. കാരണം എനിക്ക് ഈ പറയുന്ന ടാരിഫുമായത് പ്യൂണിറ്റീവ് ടാരിഫ് കിട്ടിയപ്പോഴേ എനിക്ക് പിടികിട്ടി. ട്രംപും മോഡിയും ഉടക്കൊണ്ടായപ്പോഴേ എനിക്ക് പിടികിട്ടി, ശരിക്കും അമേരിക്ക ഇന്ത്യക്കും മോദിക്കും പണി തരുമെന്ന് എനിക്ക് പിടികിട്ടി. അതിനുശേഷം ഏതൊക്കെ രീതിയിലാണ് പ്രൊവോക്ക് ചെയ്ത്? അതായത് ഇന്ത്യയിലെ മീഡിയ, അതായത് മോദി മീഡിയ അയാളെ പ്രൊവോക്ക് ചെയ്തു, അമേരിക്കക്കാരനെ പ്രൊവോക്ക് ചെയ്തു. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. എന്ത് പ്രൊവോക്ക് ചെയ്തു? ഇന്ത്യയുടെ കാര്യം തീരുമാനിക്കുന്നത്, അത് ഇന്ത്യ തീരുമാനിച്ചോട്ടെ. അതിനകത്ത് ട്രംപിനെ വലിച്ചഴിച്ചു, അമേരിക്കയെ വലിച്ചഴിച്ചു. ഒന്നാമത് ട്രംപ് ഒരു ഷോർട്ട് ടെമ്പറാണ്. അയാൾ എന്ത് തീരുമാനം എടുക്കുന്നതിൻ്റെ പകുതി കാര്യം ലോകത്തിന് അറിയത്തില്ല. ഇതാണ് പോകുന്നത്. അമേരിക്കൻ സെന്റിമെന്റ്സിനെ ബാധിക്കത്തില്ലേ? ഈ അർണബ് ഗോസ്വാമി എന്ന് പറഞ്ഞ യൂസ്ലെസ് ആണ് ഇത് മുഴുവനും ഉണ്ടാക്കി വെച്ചത്. അതിനെ സപ്പോർട്ട് ചെയ്ത് ഇന്ത്യയിലെ മറ്റ് മീഡിയയും അവർക്ക് TRPയും റേറ്റിങ്ങും സോഷ്യൽ മീഡിയയിൽ വളരാൻ, അതും അമേരിക്കൻ പ്ലാറ്റ്ഫോമിൽ വെച്ചങ്ങ് അനത്തിക്കൊടുത്തു. മോദി ഏതാണ്ട് സംഭവമാക്കി അങ്ങ് മാറ്റി, ട്രംപിനെ വട്ടനാക്കി മാറ്റി. അയാൾ വിടുവോ? അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കീ പോയിന്റ് എന്ന് പറയുന്നത്. ഈ അർണബ് ഗോസ്വാമിയാണ് ഇത് ഉണ്ടാക്കിയെടുത്തത്. അതിനെ മനസ്സിലാക്കുക? ആ അർണബ് ഗോസ്വാമിയുടെ ആ വീഡിയോ ഇന്ത്യയെക്കാളും വൈറലായത് അമേരിക്കയിൽ. ആരാണിത് വൈറലാക്കിയത്? ഈ H-1B വിസക്കാർ. ആരാണ് ഈ മോദിക്ക് അമേരിക്കയിൽ പോകുമ്പോഴും ഹൂസ്റ്റലിൽ നടന്ന ഹൗഡി മോദി, അതേപോലെ മാഡിസൺ സ്ക്വയറിലും ഈ സംഭവങ്ങളൊക്കെ നടന്നപ്പം ഇത്രയും പേര് പോയത് ഈ H-1B വിസക്കാരാണ്. അവരാണ് ഇപ്പോഴേ ഏറ്റവും കൂടുതൽ മോദി ഭക്തന്മാർ. പാനിക്കായി. ഇത്രയേ ഉള്ളൂ സംഭവം, ഇത്രയേ ഉള്ളൂ ഇന്ത്യ. അതായത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, ഈ ചെമ്മീൻ കർഷകൻ്റെ, ഈ ചെമ്മീൻ അവിടെ ജോലി ചെയ്യുന്നവരുടെയും തിരുപ്പൂരിലൊക്കെ ജോലി ചെയ്യുന്നവരുടെയൊക്കെ സ്ഥിതി. ഇത് ഞാൻ ഗ്രൗണ്ടിൽ നിന്ന് ഡേറ്റ എടുത്തിട്ടാണ് പറഞ്ഞ, അവരുടെയൊക്കെ ജോലി പോയി. പക്ഷെ മലയാളിക്ക് അതൊന്നും ബോധമില്ല. കാരണം എന്തുവാ? കാരണം അവനറിയത്തില്ല ഈ പറയുന്ന 15,000 രൂപ 20,000 രൂപ ജോലി ചെയ്യുന്നവർക്ക് ജോലി പോയി കഴിഞ്ഞാൽ, ഇത്രയും പേരുടെ ജോലി പോയി കഴിഞ്ഞാൽ അവരുടെ സ്ഥിതി എങ്ങോട്ടാ പോകുന്നത്? അപ്പോൾ ഇതിന് ഇത്രയും നാളിന് ശേഷം ഇന്നലെയാണ് മാതൃഭൂമി ചാനൽ തിരുപ്പൂരിൽ പോയിട്ട് വീഡിയോ ചെയ്ത്, മലയാളത്തിലാണ് അതിൻ്റെ ആൾക്കാരൊക്കെ പറയുന്നത്. കാരണം തിരുപ്പൂരിന് ഇഷ്ടംപോലെ മലയാളി, അവിടെ തമിഴന്മാർക്ക് ശരിക്കും മലയാളം അറിയാം. അവർ യഥാർത്ഥ സ്ഥിതി അങ്ങ് പറയാൻ തുടങ്ങി.
പിള്ളേർക്ക് ഫീസ് കൊടുക്കാൻ പൈസയില്ല, ആഹാരത്തിന് പൈസയില്ല, വീടിൻ്റെ വാടക കൊടുക്കാൻ പണമില്ല. എൻ്റെ കൺസേൺ അതാണ്. ഇന്ത്യക്കാരൻ പെടരുത്. ഞാനതാ പറഞ്ഞു, ഞാൻ ഹൈപ്പറല്ല, ഞാൻ ശരിക്കുള്ള പാട്രിയോട്ടിക്കാണ്. അതുകൊണ്ടാണ് ഇതേപോലെ ഹൈപ്പറും ഈ പരിപാടിയും കാണിക്കുമ്പോൾ ഞാനതിനെ റിജക്റ്റ് ചെയ്യുന്നത്. ഹൈപ്പർ കാണിക്കരുത്. പാട്രിയോട്ടിസം എന്ന് പറയുന്നത് വളരെ കൃത്യമായിരിക്കണം, ഇന്ത്യക്ക് വേണ്ടി ആയിരിക്കണം. അല്ലാതെ ട്രംപ് വന്നു കഴിഞ്ഞപ്പോൾ പൂജയും ഗീജയും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് എങ്ങോട്ട് പോകുന്നു എന്ന് എനിക്ക് എപ്പോഴേ പിടികിട്ടി ഈ സാധനം. അതിൻ്റെയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. അതായത് മോഡിയുടെ ഡിപ്ലോമസിയും ഇന്ത്യയുടെ ഡിപ്ലോമസിയും അട്ടർ ഫെയിലിയറാണ്, അട്ടർ ഫെയിലിയർ. ആലോചിച്ച് നോക്കി, ഇന്ത്യൻ സിറ്റികളെല്ലാം പാനിക്കായി. IT നഗരത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾക്കറിയോ? അവർക്കറിയത്തില്ല ഈ പോകുന്ന ഒരു മാസം കൂടെ കഴിഞ്ഞ് എങ്ങനെ ഇത് പോകുമെന്ന്. ആ രീതിയിലായി മാറി. ഇതിൻ്റെ കാരണം എന്തുവാ? ഈ പറയുന്ന കമ്പനികളൊക്കെ അവർ ഈ നഷ്ടത്തിൽ പോകത്തില്ല. ഈ TCS ആണെങ്കിലും ഇൻഫോസിസ് ആണെങ്കിലും വിപ്രോ ആണെങ്കിലും മെറ്റയാണെങ്കിലും ഈ കമ്പനികളൊന്നും നഷ്ടത്തിൽ പോകത്തില്ല. അവരെന്ത് ചെയ്യും? അമേരിക്കക്കാരനെ ഹയർ ചെയ്യും. പകരം എന്തു ചെയ്യും? ഇന്ത്യയിലെ അതിൻ്റെ ബാക്ക് എൻഡ് ഓഫീസിലുള്ളവർ അവർ ഒരു 15 പേരുടെ ടീമാണെങ്കിൽ അതിൽ 10-12 പേരെ എടുത്ത് ദൂരെ കളയും. എന്നിട്ട് ഈ 4-5 പേരെ കൊണ്ട് ജോലി ചെയ്യിക്കും. എന്നിട്ട് അവിടുന്ന് അങ്ങോട്ട് പഠിച്ചു വരുന്ന ആളുകൾ, അതായത് സ്റ്റുഡൻസ് ആയിട്ട് ടെക്കിയും അതും ഇതും ഒക്കെ ആയിട്ട്, കാരണം അവിടെ ജോലി ചെയ്യാൻ പറ്റും, തിരിച്ചിങ്ങ് പോരും. അവരുടെയൊക്കെ കിട്ടാൻ പോകുന്ന സാലറി നിങ്ങൾ കണ്ടോണം. ഞാനൊരു കൃത്യമായ കണക്ക് പറയാം. ഒരു വർഷം ഏകദേശം 13 ലക്ഷം പുതിയ എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആണ് പുറത്തിറങ്ങുന്നത് ജോലിക്കായിട്ട്, അതായത് പഠിച്ച് പുറത്തിറങ്ങുന്നത്. അപ്പം അതിനകത്ത് വലിയൊരു ശതമാനത്തിനും ഈ ടെക് ഫീൽഡുമായി ബന്ധപ്പെട്ട് ജോലി കിട്ടും. അതിനകത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്, ഏകദേശം 7.5 ലക്ഷം പേര് ഈ GCC രാജ്യങ്ങളിൽ ടെക്കിയായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൻ്റെ കണക്കെന്ന് പറയുന്നത്. അതിനകത്ത് മാക്സിമം കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 50,000-60,000 പേരെ ഉൾക്കൊള്ളാൻ സാധിക്കത്തുള്ളൂ, ബാക്കി പറ്റത്തില്ല. അതാണ് സ്ഥിതി. അപ്പം ഇന്ത്യയിലോട്ട് ഇവർ തിരിച്ചു വന്നു. ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ഇതിൻ്റെ ഡിമാൻഡ് എവിടെ നിന്നാണ് വരുന്നത്? ഒരു ദിവസം കൊണ്ട് സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കി ശരിയാക്കാൻ പറ്റുമോ? അതിന് സമയമെടുക്കും. കാരണം ഇവർ സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കുന്നു, അതുണ്ടാക്കുന്നു, ഇതുണ്ടാക്കുന്നു, അത് മറ്റൊരാളത് വാങ്ങണ്ടായോ? അതിനൊരു സമയമില്ലേ? അതാര് കൊടുക്കും? അതായത് മുഴുവനും നോൺസെൻസായി പറയുന്നത് മുഴുവനും ഈ ടെക്കീസിനറിയാം അവർക്കും ഈ പ്രശ്നം ഉണ്ടായത്. അതാണ് അവർ പാനിക്കായത്, അവരുടെ ഫാമിലി പാനിക്കായത്. അതാണ് ഞാൻ പറഞ്ഞ മോദി ഗവൺമെൻറ്റിൻ്റെ ഫെയിലിയറാണ് ഡിപ്ലോമസി. ഇതൊന്നും മുൻകൂട്ടി കണ്ടില്ല. ട്രംപിനെ പിണക്കിയാലും അമേരിക്കയും ട്രംപിനെയും പിണക്കിയാൽ പ്രശ്നം. പെട്ടെന്ന് ചൈനയിൽ പോയതാണ് അടുത്ത ഏറ്റവും വലിയ ഇഷ്യൂ ഉണ്ടായത്. പെട്ടെന്ന് ട്രംപിനോട് പിണങ്ങി ചൈനയിൽ പോയി കെട്ടിപ്പിടിച്ചു. ട്രംപിൻ്റെയും ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെയും അമേരിക്കയുടെ ഉദ്ദേശം എന്തായിരുന്നു? കാരണം ഞാൻ കഴിഞ്ഞ അങ്ങേ പ്രാവശ്യം ന്യൂയോർക്കിൽ വെച്ച് ഇൻഡോ അമേരിക്കൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ്, അതിൻ്റെ ഒരു ലീഡർ പഞ്ചാബി, സർദാറല്ല, പഞ്ചാബി മറ്റേ കട്ട് സർദാർ, അയാളെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ പ്ലാൻ എന്നോട് പറഞ്ഞു തന്നു. അതായത് ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് എങ്ങനെയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഇന്ത്യയെ എലിവേറ്റ് ചെയ്യാനുള്ള പ്ലാൻ. അപ്പം അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ചൈനയെ കൗണ്ടർ ചെയ്യാനാണ് ഇന്ത്യ കൊണ്ടുവരുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ ട്രംപ് 500 ബില്യൺ എന്നൊക്കെ പറയുന്നത് കറക്റ്റായിരുന്നു. അതിന് ട്രംപ് വന്ന ശേഷം ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് 500 ബില്യണിൽ എത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ ചൈനയുമായിട്ട് കോമ്പറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ് അതിൻ്റെ കാര്യം. അതിന് ഈ ഒരു സിന്ദൂറുമായിട്ട് മോദിയുടെ ഈഗോ, വില കൊടുക്കുന്ന ഓരോ ഇന്ത്യക്കാരനും വില കൊടുക്കുക. ഇപ്പം മനസ്സിലായാലോ, ചെമ്മീൻ അവിടെ ജോലി ചെയ്യുന്നവരും തിരുപ്പൂറിൽ ജോലി ചെയ്യുന്നവരും ഈ സൂററ്റിലും രാജസ്ഥാനിലും ജൂവലറി ചെയ്യുന്ന ചെറിയ ചെറിയ ജോലി ചെയ്യുന്നവൻ്റെയൊക്കെ ജോലി പോയപ്പോൾ മലയാളിക്ക് മനസ്സിലായില്ല എന്താ ഇഷ്യൂ എന്ന്. ഈ ടെക്കീസിന് അതെ H1B വിസ കയറി പിടിച്ചു കഴിഞ്ഞപ്പോൾ മലയാളിക്ക് പിടികിട്ടി സംഭവം അവരുടെ കൺട്രോളിലല്ല. ഇതാണ് ഇഷ്യൂ. ഇതാണ് സ്വന്തം കാര്യം വരുമ്പോഴാണ് ആളുകൾക്ക് പിടികിട്ടുന്നത്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം പറയാം. ഈ ഇന്ത്യൻ മീഡിയ എന്ന് പറയുന്നത് ഇത്രമാത്രം മോശമായൊരു മീഡിയ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല, കഴിഞ്ഞ 20-25 വർഷക്കാലമായിട്ട്. അതിൻ്റെ കാരണം
ഈ പറയുന്ന മോദിയും BJP ഈ മീഡിയ മുഴുവനും ഗവൺമെൻറ്റിനെ കംപ്ലീറ്റായിട്ട് അന്ധമായിട്ട് സപ്പോർട്ട് ചെയ്തു. ഗവൺമെൻറ്റിൻ്റെ കുറവുകൾ പറയണം, എന്താണ് പ്രശ്നം, ഗവൺമെൻറ്റിൻ്റെ തെറ്റുകൾ പറയണം, പോളിസിയിൽ എന്താണ് തെറ്റ്, എന്താണ് പ്രശ്നം, ഇതൊന്നും പറയത്തില്ല. അന്ധമായ മോദി ഭക്തി, അന്ധമായ സംഘപരിവാറിൻ്റെ ചാണകം, പശു മൂത്രം, ഇതിനെയാണ് സയൻറ്റിഫിക്കായിട്ട് ഇവർ ഇത് കാണിച്ചു കൊടുക്കുന്നത്. ഇതൊക്കെയാണ് അബദ്ധമെന്ന് പറയുന്നത്. എത്രയോ ഒരു ബ്ലണ്ടറാണ് ഈ കാണിച്ചു വിടുന്നത്. അതേപോലെ തന്നെ മനസ്സിലാക്കണം, ഇന്ത്യയിൽ ഈ ഡിസംബർ അല്ലെങ്കിൽ ജാനുവരി 2026 മുമ്പായിട്ട് ഇന്ത്യയിൽ വലിയ പ്രശ്നം ഉണ്ടാകും. ഇത്രയും ആൾക്കാർ വരുന്നു, ഇത്രയും പേർക്ക് തൊഴിലില്ലാതാകുന്നു. അതെല്ലാം ഈ പറയുന്ന അർബൻ സിറ്റികളിലാണ് ഇത് ഉണ്ടാകുന്നത്. ഇവരൊക്കെ എവിടെ പോയി ഇവർക്ക് ജോലി കിട്ടും? ആൾക്കാരെന്താ തിരക്ക് പിടിച്ച് അമേരിക്കയിൽ പോകുന്നതിൻ്റെ കാര്യം എന്താ? എല്ലാവരുടെ ലൈഫ് ഈ പറയുന്ന മോദിയും കുറച്ച് മരമണ്ടൻ ആൾക്കാരും ചേർന്ന് അതിനെ അങ്ങ് കുളവാക്കി. എന്തൊക്കെയായിരുന്നു സംഘപരിവാർ? ഇപ്പം ചൈനയുമായിട്ടായി, ഇപ്പോഴവരുമായിട്ടായി, റഷ്യയുമായിട്ടായി. ഈ ചൈന ബന്ധം എന്ന് പറയുന്നത് ചെറിയ ഇഷ്യൂ അല്ല ഇത്. കാരണം അമേരിക്ക ഇന്ത്യ ചൈന ഈ രീതിയിൽ പോകുന്നതിനെ ഏറ്റവും ശക്തിയായിട്ട് നിൽക്കും. ചിലപ്പോൾ ഇന്ത്യ നശിപ്പിച്ച് കളയും ഒറ്റ ഇഷ്യൂവിൻ്റെ പേരിൽ. ഇനി കൊണ്ട് പിടിക്കാനും ഒത്തിരി ഇതൊക്കെ ചെറിയ തുടക്കമാണ്. ഇനി വരാൻ പോകുന്നുണ്ട് ഒത്തിരി എണ്ണം. അതോടുകൂടി കാര്യങ്ങൾ കുറച്ചും കൂടെ ക്രിസ്റ്റൽ ക്ലിയർ ആകും. ഇതിനു മുമ്പ് സംഭവം സെറ്റിൽ ചെയ്തോണം, അല്ലെങ്കിൽ ഇവിടെ പിടിച്ചാൽ കിട്ടുന്ന സംഭവമൊന്നും അല്ല. അതാണ് അമേരിക്ക വിചാരിച്ചാൽ നശിപ്പിക്കണം എന്ന് വിചാരിച്ചാൽ നശിപ്പിക്കും, ഒരു സംശയമില്ല. കാരണം ഞാൻ ശരിക്കും അമേരിക്ക റീഡ് ചെയ്യുന്ന ഒരാളാണ്. അതാണ് ആ രാജ്യം. അവൻ്റെ കൂടെ നിന്നോണം. അവനെ ചതിക്കുവാണെങ്കിൽ അവൻ വെറുതെ വിടത്തില്ല. കാരണം അവനെ ചതിച്ച് കൂടെ നിന്നിട്ട് ഇത്രയും ജോലിയും ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റും ഇത്രയും ട്രേഡും നടത്തുന്ന ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്ണറാണ് അമേരിക്ക. അവരെ ചതിച്ചിട്ട് ഒരു ദിവസം സുപ്രഭാതത്തിൽ ചൈനയിലോട്ട് പോയി. അവിടെ പുട്ടിനെ കെട്ടിപ്പിടിക്കുന്നു, ഇയാളെ കെട്ടിപ്പിടിക്കുന്നു. ഇപ്പോഴാണ് മോദിക്ക് മനസ്സിലായി കെട്ടിപ്പിടുത്ത് ഒന്നും നടക്കത്തൊന്നുമില്ല. ഈ പറയുന്ന റഷ്യ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? റഷ്യയും ഈ എത്ര ചൈനീസ് കമ്പനി, റഷ്യൻ കമ്പനി ഇന്ത്യ ജോലി ചെയ്യുന്നുണ്ട്? എത്ര ഇന്ത്യക്കാർ റഷ്യയെ പോയി ടെക്കിയും ഈ രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട്? എത്ര ഇന്ത്യക്കാർ ചൈനയിൽ പോയി ജോലി ചെയ്യുന്നുണ്ട്? എത്രയാണ് ഇന്ത്യയും റഷ്യയുമായിട്ട് നടക്കുന്ന ട്രേഡ്? ഏറ്റവും കൂടുതൽ അവർ ഇങ്ങോട്ട് അയക്കും, നമ്മൾ അങ്ങോട്ട് അയക്കും വളരെ കുറച്ചേ ഉള്ളൂ. ഇതാണ് യാഥാർത്ഥ്യം. ഇതാണ് ഞാൻ പറയുന്ന മോദിയുടെ ഡിപ്ലോമസി എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ നടന്ന ദുരന്തം, ഡിസാസ്റ്ററാണ് ഈ സംഭവം. ഓരോന്നും അങ്ങോട്ട് വായിക്കും. പിന്നെ അടുത്തൊരു സംഭവമുണ്ട്. അതായത് കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് തന്നെ അവിടെയുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു ലീഡർ, കർണാടകക്കാരൻ, സന്തോഷ് ഹെഗ്ഡെ എന്ന്. അയാൾ ബേസിക്കലി ഒരു കൺവേർട്ടഡ് ക്രിസ്ത്യനാണ്. അപ്പം അയാൾ എനിക്ക് അയച്ചു തന്നൊരു മെസ്സേജിനകത്തുണ്ട്, ഇന്ത്യയിൽ ക്രിസ്ത്യാനികളെ ഇതേപോലെ അറ്റാക്ക് ചെയ്യുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾക്കറിയാം എങ്ങനെ മോദിയെ പാഠം പഠിപ്പിക്കണം. ഇതാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. എനിക്കറിയാവുന്ന ബജറാങ് ദൾ ലീഡേഴ്സ് RSSകാരോട് പറഞ്ഞ് ഇത് നിങ്ങളുടെ ലിമിറ്റിൽ പോവുകയാണ്. ഇത് ഈ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ഒരു ഹാർഡ് കോർ ക്രിസ്ത്യനാണ്. അതായത് ഹാർഡ് കോർ ക്രിസ്ത്യൻ എന്ന് മനസ്സിലാക്കിയിട്ടുള്ള പെന്തക്കോസ്റ്റുകാരാണ് അവർ ഇവാഞ്ചലിക്കലാണ്. അവരവിടെ പ്രാർത്ഥിക്കാൻ കയറി പാവം പിടിച്ചവൻ്റെ അവിടെ പോയി ജയ് ശ്രീറാം വിളിച്ച് അടിച്ചു കഴിഞ്ഞാൽ അവനിത് നോക്കി നിൽക്കത്തില്ല, അവനിത് റിയാക്ട് ചെയ്യും. അതിന് ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കിയത് ഇന്ത്യയിലെ ഈ H1B വിസക്കാരും ഈ ഇന്ത്യയിലെ ഈ സോഷ്യൽ മീഡിയയിൽ BJP മോദി ഭക്തന്മാരാണ് ഉണ്ടാക്കിയെടുത്തത്. അവസാനം കിട്ടിയ അടി കണ്ടു. അപ്പം നിലവിളിച്ചോടുമല്ലേ ഇപ്പോഴ? ഇതല്ലയോ നിങ്ങൾ വരുത്തി വെച്ചതല്ലേ ഇവന്? ഇത് ആരാണിത് ഉണ്ടാക്കിയെടുത്തത്? അതായത് ഓരോന്നായിട്ട് നേരത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി അടിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്കാർ താക്കീത് കൊടുത്ത് അത് മോദി ഇത് ക്രാക്ക് ഡൗൺ ചെയ്തു. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കാര്യത്തിലും മോദി ക്രാക്ക് ഡൗൺ ചെയ്യും. കാരണം സംഘപരിവാറിൻ്റെ അജണ്ടയാണ്. പല സ്റ്റേറ്റുകളിൽ ഇത് നടപ്പിലാക്കി. ഈ പാവം പിടിച്ചവനൊക്കെ ജയിലിലിട്ട് ഇവിടുത്തെ കോടതികൾ ചാർജ് ഷീറ്റ് പോലും ഇല്ലാതെ ചെറിയൊരു ചാർജ് ഷീറ്റും കൊടുത്തിട്ട് അവനെ കോടതി വിധിക്കുക. അപ്പം നിങ്ങളുടെ ധാരണ ഇതൊക്കെ തമാശ എടുത്തു വന്ന ഇതൊക്കെ ഗ്ലോബലായിട്ട് ആൾക്കാർ കാണുന്നുണ്ട്. ഇതിനൊക്കെ അവർ 100% ചോദിക്കും. അതിനാണ് അടി ചെറുതായിട്ട് കൊടുത്തിട്ട് വലിയ അടി വരാൻ പോകുന്നുണ്ട്. ഈ പറയുന്ന ഇന്ത്യയുടെ ഈ അടുത്ത, അതായത് B1 B2 വിസക്കാർ, അവർക്ക് ഇനി അടുത്ത അടി വരും.
ഓൾറെഡി അത് ഞാൻ അറിയാൻ തുടങ്ങി. 15 ലക്ഷം രൂപ കൊടുക്കാതെ B1 B2കാർക്ക് ഇനി വിസ കൊടുക്കത്തില്ല. കെട്ടിവെക്കണം ആ പൈസ. കാരണം അവർ വരാൻ താമസിക്കുകയാണെങ്കിൽ പൈസ അത് അമേരിക്കൻ ട്രഷറി പോകും. മനസ്സിലാക്കുക, അമേരിക്കൻ ഡ്രീം മാത്രമല്ല, അമേരിക്കയിൽ വിസിറ്റ് ചെയ്യാനുള്ള അതുപോലും ഇല്ലാതാവുകയാണ്. അതായത് അമേരിക്ക ഉദ്ദേശിക്കുന്ന ഇന്ത്യയെ വരിഞ്ഞു മുറുക്കാനാണ്. ഇത് പോകാതെ എത്രയും വേഗം പോയി പറഞ്ഞ് സെറ്റിൽ ചെയ്യുക. അല്ലാതെ മോദിയുടെ തള്ളും കൊണ്ട് പോയിക്കൊണ്ട് ഒരു പുല്ലും നടക്കാൻ പോകുന്നില്ല. ഞാനിത് വെൽ സ്റ്റഡീഡാണ് ഈ ടോപ്പിക്ക്. അതുകൊണ്ടാണ് ഓരോ കാര്യം ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് പറയുന്നത്. ഇതുണ്ടാകും. ഇങ്ങനെയാണ് ആ രാജ്യത്തെ എതിർക്കുന്നവർ അവർ പാഠം പഠിപ്പിക്കുന്നത്. കാരണം അതായത് നേരത്തെ വാജ്പേയി ഇരുന്ന സമയത്ത് ഇന്ത്യ അമേരിക്കയും തമ്മിൽ ട്രേഡ് വളരെ കുറവ്, ഏകദേശം 15-20 ബില്യനേ ഉള്ളൂ. അത് ഇപ്പം അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് നമ്മൾ ടെക്കീസ്. മനസ്സിലാക്കുക, ഇന്ത്യയിലെ H1B വിസക്കാർ ആദ്യം പ്രധാനപ്പെട്ട പോയിന്റ്, ഒരു വർഷം ഇന്ത്യയിലോട്ട് അയക്കുന്നത് $200 ബില്യൺ മുകളിലാണ്. അതായത് ഇന്ത്യയുടെ സിറ്റികളും ഇന്ത്യയുടെ അർബൻ സിറ്റികളും ഒക്കെ നടക്കുന്ന ബേസിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഈ പണമാണ്. അതും കൊണ്ടാണ് ബേസിക്കായിട്ട് എക്കോണമി മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ കടയിൽ സാധനം മേടിക്കുന്നു, മറ്റുള്ള സാധനങ്ങൾ മേടിക്കുന്നു, EMI കൊടുക്കുന്നു, കാറിൻ്റെ EMI കൊടുക്കുന്നു, കുട്ടികളെ പഠിപ്പിക്കുന്നു. ഇതെല്ലാം അങ്ങനെയാണ് പോകുന്നത്. അമേരിക്കയിൽ ഒരു ടെക്കിക്ക് ഏകദേശം കിട്ടുന്നത് $1,20,000 ഒരു വർഷത്തെ അവൻ്റെ സാലറി. അതിൻ്റെ 80% അവൻ ഇന്ത്യയിലോട്ട് അയക്കുക. അതിന് വരെ ഇപ്പോൾ തടയിടും. കാരണം അതിനും കൂടെ കയറി ടാക്സ് ഉണ്ടാക്കും. അതോടുകൂടി അവൻ അയക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്യും? തിരിച്ചിങ്ങി പോരും. ടെക് കമ്പനികളുടെ കാര്യം പറയണ്ട, പൊളിഞ്ഞ് നാശമായി പോകും. അതായത് ഗ്ലോബൽ ടെക് കമ്പനീസായിട്ട് TCS ആണെങ്കിലും ഇൻഫോസിസ് ആണെങ്കിലും വിപ്രോ ആണെങ്കിലും ഇവരുടെയൊക്കെ ഇനി അവിടെ പോയിട്ട് എങ്ങനെ ആൾക്കാരെ അവർക്ക് അവിടെ ഹയർ ചെയ്ത് ജോലി ചെയ്യാൻ പറ്റും? അവരും പെട്ടുപോയി. ഇതാണ് മോദിയുടെ ഏറ്റവും വലിയ വിശ്വഗുരു. അയാളെ വിശ്വഗുരുവാക്കി മാറ്റി അമേരിക്ക ഒറ്റ ദിവസം കൊണ്ട്. അതായത് ഈ സമയത്തിനുള്ളിൽ ഈ സാധനം ഇംപ്ലിമെൻ്റ് ചെയ്യണം. ഇതാണ് അടി എന്ന് പറയുന്നത്. ചോദിച്ചു മേടിച്ചു അടി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ഗവൺമെൻറ്റിൻ്റെ പോളിസി മാറ്റണം. ചൈനയല്ല നമ്മുടെ ജെനുവിൻ പാർട്ട്ണർ, റഷ്യയല്ല നമ്മുടെ ബിസിനസ് പാർട്ട്ണർ. നമ്മുടെ ബിസിനസ് പാർട്ട്ണർ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമാണ്. അവരെ എതിർത്ത് നമുക്ക് പോകാൻ പറ്റത്തില്ല. ഇന്ത്യ വളരാൻ സമയമെടുക്കും. ഒരു ദിവസം കൊണ്ട് ഒരു കുട്ടി വളരത്തില്ല. ആ സമയമെടുത്ത ശേഷം ഞാൻ ഏറ്റവും ക്ലാസിക് ഉദാഹരണമാണ് ചൈന. 30 വർഷം ലോകത്താരോടും പറയാതെ അവരവരുടെ കുട്ടികളെ അവിടെ പഠിപ്പിച്ച് ഇവർ തിരിച്ചു കൊണ്ടുവന്ന് ആ രാജ്യത്തെ മികച്ച രാജ്യമാക്കി മാറ്റി. അതിനിടയ്ക്ക് ചൈന ഒറ്റ രാജ്യത്തിന് മുമ്പിൽ വെല്ലുവിളിക്കാൻ പോയില്ല. ഒരു ചൈനീസ് പ്രസിഡൻറ്റും അന്ന് പോയിട്ട് വിശ്വഗുരു എന്നും പറഞ്ഞു പോയില്ല. ഇത് ഫാൻസി ഡ്രസ്സും മോഡലിങ്ങും എല്ലാം നടത്തി നാശമാക്കി, അവസാനം കുളമാക്കി. എന്നാൽ ഇന്ത്യ ഇനിയും സമയമെടുക്കും. അതുപോലും അതാ പറഞ്ഞ എന്തൊക്കെയോ കാര്യമായ തെറ്റുപറ്റിയിട്ടുണ്ട്. അതിനകത്താണ് ഈ കിടന്ന് ഉരുളുന്നത്. എത്രയും വേഗം സെറ്റിൽ ചെയ്തില്ല എങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറയാം, ജാനുവരിക്കുള്ളിൽ തന്നെ, അതായത് ഇന്ത്യയിലെ സ്ഥിതി വളരെ മോശമായിരിക്കും. ഈ തള്ളിയവനും കൊണ്ടവനും, അതായത് മോദിയെ പൊക്കി അടിച്ചവൻ്റെ ഒക്കെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ അവർ തന്നെ കാണും. അതായത് ഒരു സത്യത്തെ നിങ്ങൾക്ക് കീറി മുറിക്കാൻ പറ്റത്തില്ല. സത്യം എപ്പോഴും സത്യമാണ്, ഷാഡോ അല്ല. ആ സത്യമാണ് ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്നത്. അതിൻ്റെ പാനിക്കാണ് ഇന്ത്യൻ സിറ്റികളിലും ഇന്ത്യൻ IT നഗരങ്ങളിലും കാണുന്നത്. ശരിക്കും പാനിക്. കാരണം ആർക്കും ഉറക്കം വരാത്ത രീതിയിലാക്കി മാറ്റിയിട്ടുണ്ട്. ഇന്ത്യൻ നഗരങ്ങളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദിയും കൂട്ടരും ചെയ്ത ബ്ലണ്ടർ, അതായത് ഹിമാലയൻ ബ്ലണ്ടറാണ് ചെയ്തത്. അതിൻ്റെ ഇന്ത്യൻ ജനത അനുഭവിക്കുന്നു. ആർക്കാണ് പണം കിട്ടിയത്? അഡാനിക്കും റിലയൻസിനും. ഏതെങ്കിലും ഇന്ത്യക്കാരന് പ്രയോജനമുണ്ട്? ഉണ്ടായില്ല. ആരാണ് വില കൊടുക്കുന്നത്? ഇവിടുത്തെ ഓരോ ഇന്ത്യക്കാരനും. അതാണ് അനുഭവിച്ചേ മതിയാകൂ. അതിൻ്റെ കാരണക്കാരനാരാണ്? അയാളെയാണ് ഇന്ത്യക്കാർ തിരിച്ചറിയേണ്ടത്.